ഞായറാഴ്ച അല്ലേ എണീക്കൊക്കെ ഒരു ലേറ്റ് സമയത്ത് 10 മണിയാ 12 മണി സമയം 10 മണിയെല്ലാം കഴിഞ്ഞാട്ടാ അതാ വെറുതെ മമ്മിയുടെ ഒന്ന് കിടന്നേതാ അപ്പോഴത്തേക്ക് കണ്ടപ്പോ ഇതെല്ലാം പാലും വന്നിട്ടാ ഭദ്രകാളികള് ഇന്നത്തെ പരിപാടി നിന്ന് പ്ലാൻ നോക്കളെ പറഞ്ഞേട്ടാ ഓ മിറ്റത്താന്ന് ഫ്ലൈറ്റ് കയറിട്ട് ഫ്ലൈറ്റ് പൊട്ടിവിടെ ശേഷം പേടിയായി ഫ്ലൈറ്റ് പോകുന്ന പരിപാടി ഇല്ല അല്ലേ ബോംബെയില് അതും പേടിച്ചിട്ട് ചെവിയെല്ലാം പൊത്തിട്ട് ഇത് പൊത്തുമ്പോ തന്നെ ചെവിന്റെ ഉള്ളതെല്ലാം കട്ടിക്കും പേടിയാ മക്കളെ മക്കൾക്കൊന്നും നമുക്ക് പേടിയാവൂല മറ്റേ യൂട്യൂബർ ഫ്ലൈറ്റിൽ എത്ര പ്രാവശ്യം പോയി സകല യൂട്യൂബും കണ്ട് സകല വിദേശ രാജ്യം അറിയാ ഫ്ലൈറ്റ് പറയാ നാടും എല്ലാം പേടിച്ചു വെച്ചിട്ടേ 11:15 മൈ ഗോഡ് അപ്പൊ നല്ല ഉറക്കാണ് ഗൈസ് ഇന്നത്തെ ഉറക്കല്ലേ നല്ല ഉറക്കം മമ്മിയല്ലേ നേരത്തെ അടിച്ചടി ഞാനുണ്ടല്ലോ ഇന്നലെ ഷോപ്പില് മുകളില് നമ്മുടെ ഓഫീസില് കാർപ്പറ്റ് ഇടല അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് അപ്പൊ ഞാനും പോയി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ അത് കുറെ ലേറ്റായി പിന്നെ കുറെ ക്ലീനിങ് ആയി കാര്യമൊന്നും വേണ്ട ഭയങ്കര അധ്വാനം പരിപാടി അങ്ങനെ നമ്മൾ ഒരുപാട് ലേറ്റായി പോയി പിന്നെ ഇതാ എന്റെ കിടത്തം കണ്ട എല്ലാവരും നമ്മളെ നിലലും കണ്ട കാവിട്ട നിലാണ് ടൈൽസ് ഒന്നല്ല ഈ റൂം നല്ല പഴക്കമുള്ള റൂമാണ് ഇതിന്റെ മുകളിൽ കുറേ വൈറ്റ് വാഷ് ആയിട്ട് ഈ ഒരു റൂം മാത്രം അത് കുറച്ച് വൃത്തിയുള്ള തോന്നുന്നത് ബാക്കി നമ്മളെ വീട്ടില് വൃത്തിയുള്ള സ്ഥലം വളരെ കുറവാണ് നമ്മളുടെ അച്ചാച്ചന്റെ അമ്മമ്മേന്റെ റൂമാണ് പിന്നെ തേർഡത്തെ ഏതാന്നറിയാം നമ്മളുടെ കളിക്കുന്ന റൂം അതാണ് ഏറ്റവും വൃത്തിയുടെ റൂം ഇവരെ കളിക്കുന്ന റൂം എന്റെ അമ്മ അവിടെ കയറാക്കയില്ല തേർഡ് ഉണ്ടല്ലോ അടുക്കള അടുക്കള പിന്നെ ഇവര് വൃത്തി കണക്കന്നെ പക്ഷെ എനിക്കാണ് അടുക്കളയില് കുക്കിംഗ് ചെയ്യാനും വൃത്തിയാക്കാൻ ഇഷ്ടം ഞാൻ വെറൈറ്റി കുക്കിംഗ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടം ചോറും കറിയും വെക്കാനൊന്നും ഞാൻ മൊബൈൽ നോക്കിട്ട് വെറൈറ്റി സ്വീറ്റ്സ് ഒക്കെ ആക്കും ഞാൻ ഇതല്ല ചിക്കൻ ഇതല്ല ഒരു സമ്മാനം കൊടുക്കും അതാ ഞാൻ എപ്പോഴും ഓക്ക് ഉണ്ടല്ല സഹായം ചെയ്യും ഓളെ നല്ലോണം കെയർ ചെയ്യുന്നോണ്ടാണ് ഓളെ എനിക്ക് ഗിഫ്റ്റ് ചേച്ചി നല്ലോണം കെയർ ചെയ്യും കേട്ടോ മോളെ ഭയങ്കരമായിട്ട് ഞാനുണ്ടല്ല ബസ്സിന്ന് ഓക്ക് സീറ്റ് പിടിക്കും ഓളെ ബാഗ് ഒക്കെ എടുത്തിട്ടുണ്ടല്ല ബസ്സിന്ന് ഇറങ്ങുമ്പോ ഓളെ ബാഗ് ഒക്കെ എടുത്തിട്ട് ഓക്ക് കൊടുക്കും എനിക്കുണ്ടല്ല എനിക്ക് ഓളെ ക്ലാസ് കൊണ്ടാക്കും എനിക്കുണ്ടല്ലോ ക്ലാസ്സിന്ന് ബാഗൊക്കെ എവിടെയാ വെക്കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടല്ല ഓളെ പ്രേയറിന് കൊണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്റെ ക്ലാസ്സിൽ ഞാൻ പിന്നെയും ബാഗ് കൊണ്ടുവച്ചിട്ട് പോയിട്ട് ഉണ്ടല്ലോ പിന്നെ തിരിച്ചു വരുമ്പോ ഉണ്ടല്ലോ ബസ് കയറിയിട്ട് അവക്ക് സീറ്റ് പിടിച്ചിട്ടുണ്ടല്ലോ ഞാൻ എന്റെ ബാഗ് അവിടെ സീറ്റ് പിടിക്കാൻ വേണ്ടി വെച്ചിട്ട് പിന്നെയും വന്നിട്ടുണ്ടല്ലോ ഓളെ കൂട്ടിട്ട് വരും അതുകൊണ്ട് ഞാൻ ചേച്ചിക്ക് കൊറേ രണ്ടുണ്ടല്ല ഇപ്പൊ ഏച്ചിന്റെ തല ഒരു സ്കൂളിലായേ മുമ്പ് 2 കടിപിടി കൂടുന്ന ആൾക്കാരാണ് ഇപ്പൊ ഏച്ചിന്റെ ഫാനാണ് ഏച്ചിന്റെ ഫാനായിട്ടുണ്ട് എന്റെ മോളിപ്പോ ഇല്ലെങ്കിൽ 2 നമ്മള് വീഡിയോ കണ്ടിട്ടില്ലേ 2 ഭർത്താനം തുടങ്ങിയാൽ തീർത്തൂല കുഴപ്പം കണ്ടത് ഇപ്പൊ എന്തൊരു സ്നേഹാണല്ലേ ജാമ്പു മമ്മിക്കുണ്ടല്ലോ ഇപ്പൊ നമ്മള് സ്നേഹം തുടങ്ങിയിട്ട് പുച്ഛം അതാ മമ്മി അങ്ങനെ മമ്മീനെ സ്നേഹിക്കാത്തോണ്ട മമ്മി പറയുന്നത് ഓ നിങ്ങള് പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പഴേ സ്നേഹാണല്ലേ സത്യം എന്തല്ലേ നായിമ്പൂച്ചനെ പോലെ കടികൂടി കൊടുത്ത ടീമാണ് ഇപ്പൊ ജാനുവിന്റെ പപ്പ കലമ്പിന്റെ അപ്പടെ ഇവള് വന്നിട്ടാ പപ്പേനെ അടിക്കുക എല്ലാ പപ്പേന്റെ ഭായി കുത്തി ഇവള് അങ്ങനല്ല നമ്മൾ ഇച്ചുന്റെ വീട്ടിൽ പോയിട്ടില്ലേ എനിക്കുണ്ടല്ല ഏച്ചിന്റെ അവിടെ ഉണ്ടല്ലോ ഒരു ബോളാമത്ത് ഞാൻ അറിയുമ്പോ കൊണ്ടിട്ടുണ്ടല്ലോ കുറച്ച് സമയം ദേഷ്യം പിടിച്ചിട്ടുണ്ടല്ലോ എനിക്ക് പിന്നെയാണ് ഓർമ്മ വന്ന് ഞാനും ഏച്ചിയും ഉണ്ടല്ലോ സ്നേഹല്ലേ എനിക്കുണ്ടല്ലോ എന്നോട് പറഞ്ഞ് ഞാനും ഏച്ചി സ്നേഹമില്ല അതുകൊണ്ട് കെട്ടിപ്പൊടി പിന്നെ ഒരു നിമിഷം ഞാൻ പഴയ അച്ചോടത്തേക്ക് പോയി പഴയ ഗുണ്ടയായി പോയി പിന്നെ മനസ്സിലായി നമ്മളെ സ്നേഹന്നല്ലേ അപ്പൊ ഇന്ന് സൺഡേ ആണ് മക്കളെ കൂടി എവിടെയെങ്കിലും പോണോ പിന്നെ നമ്മളെ വീട് ഞാൻ പറഞ്ഞില്ലേ പഴയ വീടാന്നേ
മമ്മീന്റെ കടത്ത് ഇടയല്ല കേട്ടോ ശരിക്ക്. മമ്മിയും മക്കള് മുകളിലാണ് നടക്കുക, പപ്പയും മക്കള് താഴെയാണ് നടക്കുക. പപ്പയും മോനോലും മമ്മി ലേഡീസ് ഫസ്റ്റ്. ഞാൻ പറഞ്ഞ ആണുങ്ങളാണ് കട്ടുമ്പോ കിടക്കുക, പെണ്ണുങ്ങളെ നിലത്തിൽ ഇറക്കണ്ടേന്നും പറയും. പക്ഷെങ്കിലോ ഇതുവരെ ആ സ്ഥലം നമുക്ക് തന്നിട്ടില്ല. അല്ല, ഞാൻ പ്രസവിച്ച സമയത്തെ കുഞ്ഞു അവനെയും കൊണ്ട് മുകളിലാ കിടക്കല്. പിന്നെ അങ്ങനെ അത് ശീലമായി. ഇവക്ക് പരമ സുഖാന്ന്. 2 പെമ്മക്കളെ നടുക്ക് സുഖത്തില്. രാത്രി ആകുമ്പോ ഭയങ്കര പേടി, ഇടിയെല്ലാം പെട്ടപ്പോ പേടിക്കുന്നതാണ്. പെമ്മക്കളെ കെട്ടിപ്പിടിക്കുമ്പോ പേടിയില്ല, ഒന്നുമില്ല, പരമ സുഖത്തിൽ കിടന്നു പക്ഷേ നമ്മളും പേടിക്കും. പക്ഷെ ഉണ്ടല്ല ഇവിടെ മമ്മിയും കൊറേ ആളുണ്ട്, അത് പേർക്കൂല. അതാണല്ലപ്പാ. ഞാനുണ്ടല്ല അപ്പു ഉണ്ടല്ല, അപ്പു എന്റെ അടുത്ത് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല ഞാൻ പറയും അപ്പു സീറ്റ്. അപ്പൊ ഉണ്ടല്ലോ ഓള് അതെനിക്ക് തരും, എനിക്ക് മുണ്ടാൻ. ബസ്സിൽ സീറ്റ് പിടിക്കേണ്ടതല്ലേ? പക്ഷേ ഉണ്ടല്ല എനിക്ക് കുറച്ച് കഴിയുമ്പോ ഉണ്ടല്ല അപ്പൂന് സങ്കടാവുമ്പോ ഉണ്ടല്ല ഞാൻ വന്നിട്ട് പറയും സാരില്ല മോൾ അതെടുത്തോ ഉണ്ടല്ലോ ചേച്ചി സീറ്റൊക്കെ പിടിക്കുന്നു. നല്ല സ്നേഹം വെച്ചാ എന്റെ മോളെ അധികം വീഡിയോയിൽ കാണല്ലേ. നല്ല ക്യൂട്ട് ജാനുട്ട നമ്മളെ അല്ലേ, ജാൻചുട്ട. അപ്പി മമ്മീനും പോലെ ഭയങ്കര സ്നേഹം അല്ലേ. ഇപ്പൊ അതായത് മാത്രം അത് സങ്കടം ഒരാക്കടാ. സങ്കടമായിട്ടുണ്ടെങ്കിൽ സാരില്ലാട്ടാ. അഥവാ സങ്കടമായിട്ടുണ്ടെങ്കിൽ ചക്കര നമുക്ക് പോവാം. ശ്രദ്ധിക്കല്ലോ, എന്തെല്ലാം ഉണ്ടാക്കൽ പരിപാടിയാണല്ലേ. കാറ് വാങ്ങി കൊടുത്തു റിമോട്ടിന്റെ, അതിന്റെ ബാക്കിലാന്ന് അവന്റെ ബുക്ക്. അതാ പോന്ന എല്ലാരും അപ്പൊ ഇനിമമ്മിന് ശല്യം ചെയ്ത് കഴിഞ്ഞില്ലേ? മതിയപ്പാ, ഇനി കുറച്ച് പപ്പയും മമ്മി വിശ്രമിക്കട്ടെ. മക്കളപ്പുറം പോയിക്കോ. വെക്കടാ. ആരടാ കിളിയാക്കുന്ന മമ്മീനാ? എന്താ പിന്നെ മമ്മി എണീക്കാൻ മതി. അപ്പൊ നമ്മള് ഞായറാഴ്ചത്തെ ചെറിയ വിശേഷങ്ങൾ അതിപ്പം പറഞ്ഞ കേട്ടാ. ബാക്കി ദിവസം ഉണ്ടല്ല മക്കളെ വേഗം എണീച്ച് സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കായിരിക്കില്ല. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കല്ലോ അമ്മി. പിന്നെ സൺഡേ ആണ്, സൺഡേ എന്തെല്ലാം പരിപാടി ഉണ്ട്, ആ പരിപാടിന്റെ വീഡിയോ നമ്മൾ പിന്നെ കാണിക്കല്ലേ. ശരി, എല്ലാവർക്കും ബൈ.